സൂപ്പർ ഗസ്റ്റ് നമ്മൾക്കൊപ്പം ആദ്യം തന്നെ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ബഹുമാന്യനായ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനാണ് ഇപ്പോൾ ലുലു ബോൾഗാട്ടി പാലസിലെ ഈ കൺവെൻഷൻ സെൻറ്ററിൽ നിന്നും കേരളത്തിൻ്റെ ഇൻവെസ്റ്റ് കേരള നടക്കുന്ന ഈ പ്രദേശത്ത് നിന്നും ഇവിടെ നിന്നും ന്യൂസ് ആൻഡ് വ്യൂസിനൊപ്പം ചേരുന്നത്. സ്വാഗതം മിനിസ്റ്റർ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വെച്ച് ഇതുപോലൊരു ദിവസം. ഞാൻ സൂചിപ്പിച്ച വിധത്തിൽ മലയാളിയെ സംബന്ധിച്ച് വളരെ അഭിമാന നിമിഷമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച്. ഇന്നത്തെ ഒരു ദിവസം ആകെ അങ്ങനെ പോവുകയായിരുന്നു. മിനിസ്റ്റർ വന്ന ശേഷം മനസ്സിലാക്കിയത് ഒരു ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു തികവ് എങ്ങനെയാണ് അനുഭവിച്ചത്, മനസ്സിലാക്കിയത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വലിയ നേട്ടത്തിൻ്റെ ഒരു ദിവസമാണ്. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചുവപ്പ് നാട എന്നൊന്നില്ല എന്ന് ലോകം തിരിച്ചറിയുന്ന ദിവസമാണ്. ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞാൻ അവസാനത്തെ 1-to-1 ഡിസ്കഷൻ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ ഇൻവെസ്റ്റേഴ്സുമായി നടത്തുന്നതിന് സാക്ഷി നിന്ന് അതെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും വ്യവസായ വകുപ്പ് മന്ത്രിയും കൂടി നിന്ന് ആലോചിക്കുമ്പോൾ പ്രാഥമികമായി വ്യവസായ വകുപ്പ് മന്ത്രി വിരലിൽ കൂട്ടിയ കണക്ക് മാത്രം നോക്കിയാൽ ഏതാണ്ട് 1.5 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കേരളത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് വൈകുന്നേരം ഇത് പൂർത്തിയാകുന്നതിന് മുമ്പ്. അപ്പോൾ നിശ്ചയമായും വെട്ടിത്തിളക്കത്തോടെ ഒന്നാം ദിനം എന്ന് പറയാമല്ലോ, അതിവേഗം വെട്ടിത്തിളങ്ങുന്ന ഒരു ദിവസം. പക്ഷേ ഈ ദിവസത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിൻ്റെ നേതൃത്വത്തിൽ കേരളം ലോകം മുഴുവൻ ചുറ്റി നടന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു മനസ്സായി ലോകം കേരളം മുഴുവൻ ചുറ്റി നടന്നതിൻ്റെ റിസൾട്ട് ഉണ്ടാകേണ്ട ഈ ദിവസത്തിൻ്റെ ആദ്യ ദിനം നമ്മുടെ പ്രതീക്ഷകളുടെ എല്ലാം ടാബ്ലറ്റും ഷീറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ലോകം തയ്യാറായി എന്നുള്ളതാണ്. പക്ഷേ അടുത്ത നമുക്ക് അകത്ത് കയറി നോക്കിയാൽ കാണുന്ന ഏറ്റവും അഭിമാനകരമായ കാര്യം, കേരളം ഇന്ത്യക്ക് മുമ്പേ നടക്കുന്നു, ഇന്ത്യ കേരളത്തിനു പിന്നെ നടക്കുന്നു എന്നൊരു ചൊല്ലു പണ്ടുണ്ടായിരുന്നു. എന്നാൽ ആ ചൊല്ലും മാറി. കേരളം ലോകത്തോടൊപ്പം നടക്കുന്നു എന്ന് വേണം കാണാൻ. ഇപ്പോൾ നമ്മളൊന്ന് അകത്തേക്ക് കയറി നോക്കിയാൽ 26 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ്, ഇന്ത്യക്ക് പുറത്തുള്ള 26 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് കേരളത്തിൽ എത്തിച്ചേർന്നത് ഈ മഹനീയമായ സംവിധാനത്തിനോടൊപ്പം ചേർന്ന്. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു അമിതമായിട്ടുള്ള ആഹ്ലാദം കൂടിയുള്ളത് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ സാധാരണ നിലയിൽ ഇന്നത്തെ രാവിലെ മുതൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് പോവുകയല്ല, വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ മുഴുവൻ പങ്കാളിയായി. വയനാടിനൊന്നും കിട്ടിയില്ലെങ്കിലും സമൃദ്ധമായി കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ പിന്തുണയാണ് പ്രഖ്യാപിക്കുന്നത്, കേരളത്തെ പുകഴ്ത്തുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നും കേൾക്കാൻ പറ്റി എന്നത് തന്നെ കേരളത്തിന് വലിയ അഭിമാനമുള്ള ഒരു കാര്യം. അതാണ് മിനിസ്റ്റർ ഞാൻ ചോദിച്ചത്. വെട്ടിത്തിളക്കത്തോടെ എന്ന് പറഞ്ഞാൽ കേരളം വെട്ടിപ്പിടിച്ചതാണ്, ആരും കൈയയച്ച് സഹായിച്ചിട്ടില്ല. വയനാട് പോലെ കേരളത്തിന് വേണ്ട ഒരു വലിയ സഹായത്തിൽ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഈ വ്യാവസായിക നിക്ഷേപ സൗഹൃദ വളർച്ച, അതുപോലെ സ്റ്റാർട്ടപ്പുകളുടെ ആഗോളതലത്തിലെ മികവ് ശ്രദ്ധിക്കുന്നത് പിന്തുണച്ചേ മതിയാകൂ. അതിന് വേറെ സഹായം ഒന്നും തന്നില്ലെങ്കിലും പ്രോത്സാഹനം മതി. പ്രോത്സാഹിപ്പിക്കുക. അത് കാര്യമായി ഇന്ന് കേന്ദ്രമന്ത്രിമാർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ആര് നിഷേധിച്ചാലും തകർക്കാൻ പറ്റാത്തൊരു മഹാപ്രസ്ഥാനമായി നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ വെട്ടിത്തിളക്കത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് കേരളം പോയി എന്നുള്ളതാണ് വളരെ അഭിമാനപൂർവ്വം നാം മനസ്സിലാക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ വളരെ 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 അഭിമാനകരമായി നാം കാണേണ്ട ഒരു കാര്യം, ഭൂപരിഷ്കരണ നിയമം കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ കേരളം ആ ആശയത്തിൽ നിന്ന് തീരെയും വ്യതിചലിക്കാതെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ എല്ലാ അന്തസ്സത്തകളും അതേ നിലവാരത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ അത് നൽകുന്ന ഇളവുകളും അതിൻ്റെ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധം ഭദ്രമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ലോകത്തെ ക്ഷണിക്കാൻ കേരളത്തിന് പറ്റി. ഉയർന്ന മൂല്യബോധത്തോടെ കേരളം ആ ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. പ്രേക്ഷകരോട് ഇതിനിടയിൽ ഇന്ന് വളരെ സരസമായി വൈകുന്നേരം പറഞ്ഞൊരു കാര്യം പറയാം. അതായത് ഇന്ന് വൈകുന്നേരം പറഞ്ഞതിന് മുമ്പ് രാവിലെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, കേരളത്തിലേക്ക് ശരിയാം വിധം വരുന്ന ഒരു സംരംഭകനും ഭൂമി ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവേണ്ടി വരില്ല. അപ്പോൾ എൻ്റെ അടുത്ത് റവന്യൂ മിനിസ്റ്റർ, അപ്പുറത്ത് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ നിൽക്കുന്നു. അപ്പോൾ എല്ലാം ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എന്ന് വളരെ സരസമായി എന്നോട് റവന്യൂ മന്ത്രിയെക്കുറിച്ച് വ്യവസായ മന്ത്രി പറഞ്ഞതിൻ്റെ കാരണം ലാൻഡ് എന്നുള്ളതാണ്. സംരംഭകരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭൂമി വേണം. അപ്പോൾ മുഖ്യമന്ത്രി രാവിലെ ഇത് പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ വന്നൊരു കമൻറ്റ് ഇതാണ്, ഇത് ഈ കോൺക്ലേവിന് മുമ്പിലുള്ള ഇൻവെസ്റ്റ് കേരളയ്ക്കുള്ള ഞങ്ങളുടെ ജാമ്യ വസ്തുവാണ്. അതായത് റവന്യൂ മന്ത്രി, ഭൂമി കൈയാളുന്ന റവന്യൂ മന്ത്രിയാണ് ഈ സമ്മിറ്റിൻ്റെ ജാമ്യ വസ്തു. നിങ്ങൾ നോക്കൂ, റവന്യൂ മന്ത്രി ഇവിടെ ഉണ്ട്. നിങ്ങൾ ശരിയായ സംരംഭവുമായിട്ടാണ് വരുന്നതെങ്കിൽ അത് ശരിയാം വിധം പിന്തുണച്ച് ഭൂമി തരാനും നന്നായി മുന്നോട്ട് പോകാനും ഉണ്ടാകും എന്ന് പറയുന്ന നല്ലൊരു അനുഭവം ഞാൻ പ്രേക്ഷകരുമായി ഷെയർ ചെയ്തതാണ്. കേരളത്തെക്കുറിച്ചിട്ടുള്ള ധാരണകൾ ലോകം തിരുത്തുകയാണ്.
അത് ധാരണകൾ മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഇവിടെ നേരത്തെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറേ കൂടി ലളിതമായി പ്രശ്നങ്ങളെ സമീപിക്കാൻ, നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ഒരു നിക്ഷേപത്തിന് വരുന്ന ഒരാളുടെ മുമ്പിൽ ശരിയായ മൂല്യങ്ങളും കേരളത്തിൻ്റെ ലക്ഷ്യബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു ഇടമുണ്ട് കേരളത്തിൽ, ആ ഇടം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ മാത്രമല്ലല്ലോ മിനിസ്റ്റർ, അതായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്ക് ഒരു സംരംഭകൻ എന്ന നിലയിൽ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുമതികൾ, ശരിയായ പരിശോധനകളിലൂടെ കിട്ടേണ്ട അനുമതികളിൽ മിനിറ്റുകൾ കൊണ്ട് അത് കിട്ടുകയും, എന്നാൽ മാസങ്ങളോ ഏതാണ്ട് വർഷങ്ങളോ എടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം കേരളത്തിൻ്റെ ഈ മാറ്റം, അതിന് ഞാൻ കാണുന്ന രണ്ട് ഘടകങ്ങൾ. ഒന്ന്, LDF ഭരിക്കുന്ന കേരള സർക്കാർ നിയമസഭയ്ക്കകത്ത് അതിനനുസൃതമായി നടത്തിയിട്ടുള്ള നിയമനിർമ്മാണം, അതൊരു വലിയ മാറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കാലയളവിൽ വളരെ പോസിറ്റീവായി നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് SOPകൾ, നിയമനിർമ്മാണങ്ങൾ, വ്യവസായ റവന്യൂ വകുപ്പുകളും നിയമസഭയിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കപ്പെടും പ്രകാരം ആലോചിക്കപ്പെട്ട വസ്തുതകളും വെച്ച് കേരളം നടത്തിയ വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി എത്ര നിഷേധിക്കപ്പെട്ടാലും, ഇപ്പോൾ റാങ്കിൻ്റെ കണക്കിനെയൊക്കെ ചൊല്ലി ചില മാധ്യമങ്ങളിലെ ചർച്ചകൾ ഞങ്ങൾ കേട്ടു. വളരെ വിചിത്രമാണത്. കാരണം നിക്ഷേപ സൗഹൃദത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ സംസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് കണക്കുകൾ നിരത്തി ഒറ്റ ഉത്തരമേലുള്ളൂ. അതായത് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളിലൂടെ കളിക്കാൻ ശ്രമിച്ചു എന്നാണോ? അതായത് പീയൂഷ് ഗോയൽ എന്ന കേന്ദ്രമന്ത്രിയോട്, മിനിസ്റ്റർ, ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലെ ഏറ്റവും ഒന്നാമത്തെ പേര് ഏതാണ് എന്ന് ചോദിച്ചാൽ മന്ത്രി സംശയമില്ലാതെ ഒരു ഉത്തരം പറയും എന്നാണോ മിനിസ്റ്റർ പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചു, ഉറപ്പായിട്ടും ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. 1000 മാർക്കിൽ നടക്കുന്ന ഒരു പരീക്ഷ, SLC പരീക്ഷയ്ക്ക് 600 മാർക്കാണ്. 600 മാർക്കിൽ 599 മാർക്ക് നേടിയ ആൾക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്. പക്ഷെ റാങ്ക് നിർത്തി, നമ്മൾ A1 A+ ഇങ്ങനെയൊക്കെ സംവിധാനത്തിലേക്ക് മാറി. പക്ഷെ മാർക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണ്? കേരളത്തിനാണ്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരങ്ങൾക്കനുസരിച്ച് ചോദിച്ചാൽ പ്രയാസമായിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിക്ഷേപ സൗഹൃദ സംസ്ഥാനത്തിൽ കേരളം നേടിയ വലിയ മുന്നേറ്റമുണ്ടല്ലോ. വ്യവസായ വകുപ്പ് മറ്റെല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ മുന്നേറ്റം, അത് അനുസ്യൂതം തുടരുന്ന അഭിമാനകരമായ ഒരു അടയാളപ്പെടുത്തൽ. നമ്മൾ ശരത്ത് നിൽക്കുന്നതിൻ്റെ പിന്നിൽ, നമ്മൾ രണ്ടുപേരും നിൽക്കുന്നതിൻ്റെ പിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന പതാകകൾ, വിവിധ രാജ്യങ്ങളുടെ പതാകകൾ. ഞാൻ പറയുന്നത്, ആ പതാകകൾക്ക് പിന്നിലുള്ള നിക്ഷേപകരെല്ലാം കേരളത്തിൻ്റെ ഈ മണ്ണിലേക്ക് 26 രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന്, ഞാൻ ശരത്ത് വിളിക്കാൻ വേണ്ടി വിളിക്കുന്നുവെന്ന് കൈരളിയുടെ സുഹൃത്ത് അറിയിച്ചപ്പോൾ വിയറ്റ്നാമിൻ്റെ ഒരു പരിപാടി അകത്ത് യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്ന് മനോഹരമായിട്ടാണ് അവർ പറയുന്നത്. കേരളത്തിൽ വിയറ്റ്നാമിലെ പ്രതിനിധികൾ എത്തിച്ചേരുന്നത് നിക്ഷേപ സൗഹൃദം എന്ന മഹത്തായിട്ടുള്ള സംവിധാനത്തിലേക്ക് വരാനുള്ള ആവേശം കൊണ്ടും ആർജവം കൊണ്ടുമാണ്. അത് വളരെ വലിയ നേട്ടമാണ് ഈ കാര്യത്തിലുണ്ടാകുന്നത്. അതിൽ പങ്കാളിയാകുന്ന മുഴുവൻ പേരെയും സ്നേഹപൂർവ്വം സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം.